നമസ്കാരം. T20 ലോകകപ്പിന് പിന്നാലെ സിംബാബ്വേയുമായുള്ള T20 പരമ്പരയിലും കളിക്കാൻ അവസരമില്ലാതെ മലയാളി താരം സഞ്ജു സാംസന് പുറത്തിരിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ. ആദ്യത്തെ 2 T20കളിലും വിശ്രമം അനുവദിക്കപ്പെട്ട അദ്ദേഹം ശേഷിച്ച 3 മത്സരങ്ങൾക്കായി സിംബാബ്വേയിൽ എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന T20യിൽ ശുഭ്മാൻ ഗില്ലും സംഘവും ആധികാരിക വിജയം കൊയ്തപ്പോൾ സാക്ഷിയായി സഞ്ജു സാംസണും ടീം അംഗങ്ങൾക്കൊപ്പം ബെഞ്ചിലുണ്ടായിരുന്നു. മത്സരം കഴിഞ്ഞതിന് പിന്നാലെ ഗ്രൗണ്ടിലെത്തിയ സഞ്ജു സാംസൺ ബാറ്റിംഗ് പരിശീലനം നടത്തുന്നതും കാണാമായിരുന്നു. പക്ഷേ ബുധനാഴ്ച ഇതേ ഗ്രൗണ്ടിൽ നടക്കാനിരിക്കുന്ന 3-ാം അംഗത്തിൽ സഞ്ജുവിനെ ഇന്ത്യ കളിപ്പിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അത് അത്ര എളുപ്പമാകില്ല എന്നാണ് സൂചനകൾ. കാരണം സഞ്ജു സാംസണെ എവിടെ കളിപ്പിക്കുമെന്നത് നായകൻ ഗില്ലിനെയും കോച്ച് VVS ലക്ഷ്മണിനെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യമാണ്. 3-ാം നമ്പറാണ് സഞ്ജുവിൻ്റെ ഫേവറേറ്റ് ബാറ്റിംഗ് പൊസിഷൻ. പക്ഷേ ഈ പരമ്പരയിൽ ഇത് അദ്ദേഹം പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അടുത്ത മത്സരങ്ങൾക്ക് മുൻപ് സ്പെഷ്യലിസ്റ്റ് ഓപ്പണർ യശസ്വി ജയ്സ്വാളും ഇന്ത്യൻ ടീമിനോടൊപ്പം ചേരുകയാണ്. ജയ്സ്വാൾ എത്തിയാൽ തീർച്ചയായും ഓപ്പണറുടെ റോളായിരിക്കും ഇന്ത്യ യശസ്വിക്ക് നൽകുക. കഴിഞ്ഞ മത്സരത്തിലെ സെഞ്ചുറി വീരനായ മറ്റു ഇടം കയ്യൻ ബാറ്റർ അഭിഷേക് ശർമ്മയെ കൈവിടാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇടം കയ്യന്മാരായ ജയ്സ്വാളിനും അഭിഷേകിനും ഓപ്പണിംഗ് റോളുകൾ ഇന്ത്യ നൽകിയേക്കും. അങ്ങനെയെങ്കിൽ നായകൻ ഗില്ലിന് ഓപ്പണിംഗിൽ നിന്നും മാറി 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്യേണ്ടതായും വരും. 2-ാം T20യിൽ 3-ാം നമ്പറിൽ കളിച്ചത് ഋതുരാജ് ഗെയ്ക്വാദായിരുന്നു. അപരാജിത 50യോടെ, അതായത് 47 പന്തിൽ 77 റൺസോടെ അദ്ദേഹം കസറുകയും ചെയ്തു. ഈ കാരണത്താൽ 3-ാം T20യിൽ ഋതുരാജിനെ പുറത്തിരുത്തുന്നതും നീതികേടായിരിക്കുമെന്നാണ് ഇന്ത്യ വിശ്വസിക്കുക. ഗില്ലിന് ശേഷം 4-ാം നമ്പറിലായിരിക്കും ഋതുരാജ് ബാറ്റ് ചെയ്തേക്കുക. 5-ാം നമ്പറിൽ ഓൾറൗണ്ടർ റിയാൻ പരാഗ് ആയിരിക്കും കളിക്കുക. ആദ്യ മത്സരത്തിൽ നിറം മങ്ങിയെങ്കിലും അടുത്ത മത്സരത്തിൽ, അതായത് 2-ാം മത്സരത്തിൽ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയതുമില്ല. അതുകൊണ്ട് തന്നെ മികവ് തെളിയിക്കാൻ പരാഗിന് ഒരിക്കൽ കൂടി അവസരം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അടുത്ത കളിയിലും പരാഗിന് സ്ഥാനം ഒരു പക്ഷേ നിലനിർത്തിയേക്കും. 6-ാം നമ്പറിൽ ഫിനിഷർ റിങ്കു സിംഗ് ആയിരിക്കും കളിക്കുക. കഴിഞ്ഞ മത്സരത്തിൽ 4-ാം നമ്പറിലേക്ക് പ്രൊമോഷൻ ലഭിച്ച ശേഷം റിങ്കു മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. 22 പന്തിൽ പുറത്താകാതെ 48 റൺസാണ് റിങ്കു അടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ റിങ്കുവിൻ്റെ കസേരയും സഞ്ജു പ്രതീക്ഷിക്കേണ്ടതില്ല. പിന്നെ അദ്ദേഹത്തിന് മുന്നിലുള്ള ഒരേ ഒരു സാധ്യത വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറേലിന് പകരം ടീമിലെത്തുക എന്നത് മാത്രമാണ്. ആദ്യ മത്സരത്തിൽ അരങ്ങേറിയ ജുറേൽ ബാറ്റിംഗിൽ നിരാശപ്പെടുത്തിയിരുന്നു. 2-ാം T20യിൽ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയതുമില്ല. എങ്കിലും ഈ 2 മത്സരങ്ങളിലും വിക്കറ്റ് കീപ്പിംഗിൽ ശ്രദ്ധേയമായ പ്രകടനമാണ് ജുറേൽ കാഴ്ചവെച്ചത്. 2-ാം T20യിൽ മികച്ചൊരു ത്രോയിലൂടെ സിംബാബ്വെ താരത്തെ റണ്ണൌട്ടാക്കുകയും ചെയ്ത താരം കയ്യടി നേടിയിരുന്നു. ജുറേലിനെ പുറത്തിരുത്തിയാൽ മാത്രമേ അടുത്ത മത്സരത്തിൽ സഞ്ജുവിന് കളിക്കാൻ എന്തെങ്കിലും ഒരു അവസരം ലഭിക്കുകയുള്ളൂ. ഇത്തരമൊരു തീരുമാനമെടുക്കാൻ നായകൻ ഗില്ല് തയ്യാറാകുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഗില്ല് കനിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ ഇടം ലഭിക്കുകയുള്ളൂ. ജുറേലിന് പകരം കളിപ്പിച്ചാലും സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടുമോ എന്നതും സംശയകരമാണ്. കാരണം ടോപ്പ് 5-ൽ അദ്ദേഹത്തെ കളിപ്പിക്കാൻ യാതൊരു സാധ്യതയുമില്ല. 6-ാം നമ്പറിൽ നിന്ന് റിങ്കുവിന് താഴേക്കിറക്കി സഞ്ജുവിന് ഈ ഒരു പൊസിഷൻ നൽകേണ്ടതും പ്രധാനമാണ്. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിക്കുകയുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം, സഞ്ജുവിൻ്റെ കഷ്ടകാലം ഇനിയും തീർന്നിട്ടില്ല. സഞ്ജുവിന് അവസരം കിട്ടിയാൽ മാത്രമേ, ആ അവസരത്തിൽ മികച്ച പ്രകടനം നടത്തിയാൽ മാത്രമേ ഇനിയും ഇന്ത്യൻ ടീമുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ.